ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണമോള് അമ്മയെ കണ്ടുവരുന്നതാണ്. അച്ഛൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പോകാനാണ് പോകുന്നത്, മോളെ ഇവിടെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈജിയും ബാലചന്ദ്രനും സംസാരിക്കുന്നതാണ്. പിന്നെ നമുക്ക് അംഗം കുറിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെനിക്ക് എണീച്ച് വരണമെന്നൊന്നുമില്ല, ഞാൻ ഇവിടെ കിടന്നാലും ഞാൻ അംഗം കുറിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, നീ എത്ര മക്കളെ പ്രസവിച്ചു എന്ന് എനിക്കറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വൈജി ആകെ ടെൻഷനാവും. നിങ്ങൾക്കറിയില്ല ഞാൻ എത്ര മക്കളെ പ്രസവിച്ചു എന്ന്. ഞാൻ 3 മക്കളെ പ്രസവിച്ചില്ലേ എന്ന് ചോദിച്ചു. അല്ല, കല്യാണത്തിന് മുന്നേ നീ ആരെ പ്രസവിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കല്യാണത്തിന് മുന്നേ നിങ്ങളെ മറ്റവളല്ലേ പ്രസവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ മറ്റവൾ പ്രസവിച്ചതാണ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിനക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ അനാവശ്യം പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഡിവോഴ്സിൻ്റെ നോട്ടീസ് അയക്കുമ്പോൾ അതിൻ്റെ റിപ്ലൈ അയക്കാൻ ഉള്ള മര്യാദയെങ്കിലും കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിപ്പം മര്യാദ കുറച്ച് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കാണാമെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുകയാണ്, യാത്ര പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കടപ്പാട്ടൂരാണ് കാണിക്കുന്നത്. കടപ്പാട്ടൂരിൽ റോഹിയും ബബിതയും കൂടി വരുന്നതാണ് അങ്കിൾമാരുടെ കൂടെ. അപ്പോൾ ആദ്യം ശിവനും രാജീവനും ഇറങ്ങി. അപ്പം റോഹി പറയുന്നുണ്ട്, നീ കാരണം നിനക്കല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഭയങ്കര ഇതുണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആദ്യം രാജീവും ശിവനും കൂടി ബെല്ലടിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, അലീന പേടിച്ചുകൊണ്ട് അവരെ നോക്കുമ്പോൾ പറയും, പേടിക്കണ്ട, നമ്മൾ വഴക്കിന് വന്നതൊന്നുമല്ല എന്ന് പറയുമ്പോൾ അലീന ചിരിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. രോഹിത്തും ബബിതയും കൂടി വന്നിട്ടുണ്ട്. ബാലേന്ദ്രൻ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഇല്ല, അച്ഛനും കൃഷ്ണമോളും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, അവരിപ്പോൾ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ, അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, അവരെ വീടല്ലേ ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട്. നമുക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് റോഹിയും ബബിതയും കൂടി മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ ഏകദേശം കൊല്ലപ്പള്ളിയിലേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സർക്കിളിലാണുള്ളത്, നിങ്ങളുടെ പെങ്ങളായിട്ടാണ് ആൾ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അപ്പം നിങ്ങൾ തന്നെയാണ് ബില്ലടക്കേണ്ടത്, നിങ്ങളെ പെങ്ങളെന്ന നിലയിൽ. എൻ്റെ ശത്രുവിനെ ബില്ലടച്ച് നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇനി അവൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾക്ക് ഞാൻ റീഫണ്ട് ചെയ്ത് തരാം. ഇനി അഥവാ അവൾ കൊല്ലപ്പള്ളിയിലേക്കോ വേറെ വാടക വീട്ടിലേക്കോ താമസിക്കുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെ, നിങ്ങളുടെ പെങ്ങളായി കരുതി നിങ്ങൾ തന്നെ ബില്ലടക്കണം എന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സംസാരം ഞാൻ ഇതുവരെ കേട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്ത സംസാരവും മര്യാദയൊക്കെയാണല്ലോ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ബില്ലടച്ചോളാം, നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് എപ്പിസോഡ് കഴിയാണ്.